ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭ ചർച്ച ചെയ്യും. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുമ്പോൾ നിരവധി വിഷയങ്ങൾ അതിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കായിക സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലുള്ള വിശദാംശങ്ങൾ മന്ത്രിസഭയിൽ ഏത് രീതിയിലായിരിക്കും ചർച്ച ചെയ്യപ്പെടുക? മാത്രമല്ല, ആ റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്ക് മുഖ്യമന്ത്രി അടക്കം പ്രതികരിക്കാനോ അല്ലെങ്കിൽ അന്വേഷണം പോലുള്ള നടപടികൾ പ്രഖ്യാപിക്കാനോ ഉള്ള ഒരു സാധ്യത ഉണ്ടോ? അതുല്യ, ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ കായിക സ്പെഷ്യൽ സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് ചർച്ചയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ റിപ്പോർട്ടിന് മേൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. കായിക സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അടിമുടി ചട്ടലംഘനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ്. അത് മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം നടന്നതായും ആ റിപ്പോർട്ട് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് തന്നെ ബാധ്യതയാകുന്ന വ്യവസ്ഥകൾ അടക്കം അന്ന് നടന്ന കരാറിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പൊ സ്പോൺസറെ തെരഞ്ഞെടുത്തതിലടക്കം ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി തന്നെ ഈ കായിക സ്പെഷ്യൽ സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് കമ്പനിയെ സ്പോൺസറായി തെരഞ്ഞെടുത്തത്, എന്ത് മാനദണ്ഡമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ വ്യക്തമാക്കാൻ മുൻ കായിക മന്ത്രി അടക്കം തയ്യാറായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു രേഖകളും സർക്കാർ വൃത്തങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് അടക്കം ഇത്തരത്തിൽ ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട് എന്നും ഇന്നലെ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ സാഹചര്യത്തിൽ കൃത്യം വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്ന റിപ്പോർട്ട് കൃത്യമായി പറയുന്നുണ്ട്. കൂടാതെ തന്നെ വിജിലൻസ് അന്വേഷണമാണ് ഇതിൽ കായിക സ്പെഷ്യൽ സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. ഈ സർക്കാർ പ്രതിപക്ഷത്തിരുന്ന സമയത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളിൽ പ്രതിഷേധിച്ച സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേഡിയം അടക്കം ഇത്തരത്തിൽ ഈ കമ്പനിക്ക് വിട്ടു നൽകിയത് എന്നതടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ സർക്കാരും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നത് എന്ന അടക്കം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ചർച്ച നടക്കുകയും ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനും തന്നെയാണ് സാധ്യത. അതുല്യ. അപർണ, മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ചർച്ചയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തന മാനദണ്ഡങ്ങൾ. അതായത് കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികളെ കാണാതായ ആ ഒരു സംഭവത്തിൽ ആദ്യ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടന്നില്ല എന്നത് വലിയൊരു ആക്ഷേപമായി ഉയർന്നിരുന്നു. മാത്രമല്ല, ആദ്യത്തെ ദിവസങ്ങളിൽ വീട്ടുകാർ പറയുന്ന രീതിയിൽ, അതായത് കുടുംബങ്ങൾ നിർദ്ദേശിച്ച രീതിയിൽ മത്സ്യത്തൊഴിലാളികളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് സർക്കാർ നീങ്ങിയില്ല തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യം കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആദ്യ മണിക്കൂറുകളിലെ രക്ഷാപ്രവർത്തനം, അതിന് നിലവിൽ കോസ്റ്റൽ പോലീസിന്റെയും മറ്റ് മറൈൻ എൻഫോഴ്സിന്റെയും എല്ലാം പരിമിതികൾ, അതൊക്കെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഏത് രീതിയിലായിരിക്കും ചർച്ചയാവുക? അതുല്യ, കൊല്ലത്തും തിരുവനന്തപുരത്തുമായി കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനുള്ള ശ്രമം 14 ദിവസവും തുടരുകയാണ്. ഈ ഘട്ടത്തിലൊക്കെ തന്നെ ഈ കുടുംബങ്ങളടക്കം പറയുന്നത് ഇതിനായി ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ അപ്ഡേറ്റഡ് അല്ല എന്നാണ്. വർഷങ്ങൾ പഴക്കമുള്ള സംവിധാനങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതാണ് ഇത്തരത്തിൽ തുടർച്ചയായി മത്സ്യത്തൊഴിലാളികൾക്ക് അപകടം ഉണ്ടാകാനും അല്ലെങ്കിൽ അത് കരയിലുള്ളവർ അറിയുന്നതിനും വൈകുന്നത് എന്ന ഒരു ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നു. കൂടാതെ തന്നെ ഈ മന്ത്രിമാരടക്കം അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയില്ല എന്നൊരു ആക്ഷേപം അടക്കം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ചർച്ച നടക്കാൻ തന്നെയാണ് സാധ്യത. ഏത് തരത്തിലായിരിക്കും ഇനി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവരുടെ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നതായിരിക്കും സർക്കാർ അടുത്തതായി മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായില്ലെങ്കിൽ ഇവർക്ക് നൽകുന്ന സഹായധനം ലഭിക്കാൻ 7 വർഷം, അതായത് ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ
ജയിലിൽ പോയി അവരുടെ മൃതദേഹം അടക്കം കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ 7 വർഷത്തിന് ശേഷമായിരിക്കും ഈ കുടുംബത്തിന് ഒരു ആനുകൂല്യം ലഭിക്കുക. ആ നിയമം അടക്കം ഭേദഗതി ചെയ്യുമെന്ന ഇത്തരത്തിൽ മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകാനാണ് സാധ്യത. എന്തായാലും ഇത്തരത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും സംവിധാനങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ അവർക്ക് വിവരങ്ങൾ നൽകുന്നതിലടക്കം കാലതാമസം സംഭവിക്കുന്നുണ്ട് എന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ തുടർച്ചയായി പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അടക്കം ഇത്തരത്തിൽ ഇവരുടെ വീട്ടിൽ പോയി സാഹചര്യത്തിൽ അത് വ്യക്തമാക്കിയിരുന്നു. ആ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു നീക്കം ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുല്യ. ശരി അപർണ, എന്തായാലും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായ പല കാര്യങ്ങളും ചർച്ചയാവുകയാണ്. അതിൽ തന്നെ നടപടികളും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കായിക വകുപ്പ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിന്മേൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ, അതുപോലെ തന്നെ വിവാദങ്ങൾ, ആരോപണങ്ങൾ മുൻ മന്ത്രിക്ക് കായിക മന്ത്രിക്കെതിരെ അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം തന്നെ വ്യക്തമായ ഒരു നടപടി ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായി മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ അവരുടെ രക്ഷാപ്രവർത്തനം, മാത്രമല്ല അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് അപകടം ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള അടിയന്തര സഹായം, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ ജോലി മുതലായ ആവശ്യങ്ങളിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ പങ്കെടുക്കുമോ എന്നതിലാണ് ആകാംക്ഷ. ഇരു സഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നലെയും പിരിയുകയുണ്ടായി. അതേസമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിലടക്കം ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് അമിത്ഷാ ഇന്നലെ ലോക്സഭാ സ്പീക്കറിന് കത്ത് നൽകിയിരുന്നു. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയവും സഭയിൽ ഇന്ന് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത്തവണ ജൂലൈ 20 വർഷകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ സുപ്രധാനമായ 7 ബില്ലുകൾ കൊണ്ടുവരും എന്നുള്ളൊരു സാധ്യത കൂടി ഈ ഒരു വർഷകാല സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ 7 ബില്ലുകൾ, സുപ്രധാനമായ 7 ബില്ലുകൾ ഒറ്റയടിക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് അവയിൽ മിക്ക ബില്ലുകളും അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ FCRA ബില്ലിന്റെ കാര്യത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നുണ്ടെങ്കിലും ആ FCRA ബില്ലിന്മേലും കാര്യമായിട്ടുള്ളൊരു ചർച്ച നടന്നിട്ടില്ല. മാത്രമല്ല കേരളത്തിന്റെ പേര് മാറ്റുന്ന ബില്ലടക്കം, അതുപോലെ തന്നെ ടാക്സേഷൻ റിഫോർമേഷൻസ് ബിൽ, UPIക്ക് അധിക ചാർജ് ഈടാക്കുന്ന ബില്ലടക്കമുള്ള ബില്ലുകളെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിലാണ് പാസ്സാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു വർഷകാല സമ്മേളനമാണ് ഇപ്പോൾ ഈ ഒരു പ്രതിപക്ഷ ബഹളം, അതുപോലെ തന്നെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള അസാന്നിധ്യം, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ, ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ അസാന്നിധ്യം കൊണ്ടുകൂടി ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. കർണാടക നിയമസഭയുടെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് സഭ ചേരുന്നത്. ഇന്നലെയോടെയാണ് പുതിയ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായത്. അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്ന B. നാഗേന്ദ്രയെ മന്ത്രിയാക്കിയതിൽ ആദ്യ ദിവസം തന്നെ സഭ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. UT ഖാദർ സ്ഥാനമൊഴിഞ്ഞ പശ്ചാത്തലത്തിൽ പുതിയ സ്പീക്കറെയും സഭയിൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഈ മാസം 27 വരെയാണ് സഭ ചേരാൻ നിശ്ചയിച്ചിരിക്കുന്നത്.
മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉൾപ്പെടെ വിവിധ ബയോമെട്രിക് നിരീക്ഷണ സംവിധാനങ്ങൾ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനിടെ ഉപയോഗിച്ച ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. രാജ്യസഭാ അംഗം എ റഹീം നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. പ്രതിഷേധക്കാരുടെ മുഖം തിരിച്ചറിയുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ഹർജിയിൽ പറയുന്നു. സമരങ്ങളെ അടിച്ചമർത്താൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്വകാര്യ കമ്പനികളുടെ കൈവശമുള്ള ബയോമെട്രിക് വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ എത്തുകയാണ്. ഇന്ന് 2 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ തെക്കൻ ജില്ലകളിലാണ് നാളെ മഴ ജാഗ്രത ഉള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ പക്ഷേ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, വിഴിഞ്ഞം, മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. കടലിൽ കാണാതായ ജോൺ, ഷിജിൻ എന്നിവർക്കായാണ് നാവികസേനയും മത്സ്യബന്ധന വള്ളങ്ങളും മറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, ഇന്നിപ്പോൾ 3 പേരെ കാണാതായിട്ട് 14-ാം ദിവസമാവുകയാണ്. ഇന്നിപ്പോൾ ഇതാ നാവികസേനയും അതുപോലെ തന്നെ മത്സ്യബന്ധന വള്ളങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏത് ഭാഗത്തെല്ലാമായാണ് തിരച്ചിൽ? നേരത്തെ ജോണിന്റെയും മറ്റും കുടുംബങ്ങൾ തമിഴ്നാട് തീരത്തേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കണം എന്ന് അറിയിച്ചിരുന്നു. നിലവിൽ തമിഴ്നാട് തീരത്ത് തിരച്ചിൽ നടക്കുന്നുണ്ടോ? നാവികസേനയ്ക്ക് പുറമെ മറ്റ് ഏതെല്ലാം സംവിധാനങ്ങളാണ് തിരച്ചിലിന് ഉപയോഗിക്കുന്നത്? അതുല്യ, തിരുവനന്തപുരം, വിഴിഞ്ഞം, മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കുള്ള തിരച്ചിൽ 14-ാം ദിവസവും ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടലിൽ നിന്ന് കാണാതായ ജോൺ, ഷിജിൻ എന്നിവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ് ഇവരെയും ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞ് കാണാതാവുന്നത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേരുടെയും മൃതദേഹങ്ങൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. ഇവരെ കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. കാരണം സംസ്ഥാനത്ത് മഴ ശക്തമായിരുന്ന സാഹചര്യത്തിൽ ഇവർക്കായുള്ള തിരച്ചിൽ അടക്കം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാലാവസ്ഥ അനുകൂലമായി തന്നെ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി തന്നെ ഇവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇത്തരത്തിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധന വള്ളങ്ങളും മറ്റ് സംവിധാനങ്ങളും അടക്കം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. നാവികസേനയുടെ കൽപ്പേനി കപ്പൽ അടക്കം എത്തിയാണ് തിരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ തിരച്ചിൽ വ്യാപിപ്പിക്കണം, തമിഴ്നാട് ഭാഗങ്ങളിലേക്ക്, പ്രധാനമായി രാമേശ്വരം ഭാഗത്തേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കണമെന്ന് ഈ കുടുംബങ്ങൾ നേരത്തെ തന്നെ മന്ത്രിമാരോടക്കം അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാമേശ്വരം ഭാഗങ്ങളിലേക്ക് അടക്കം തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തിരച്ചിൽ വ്യാപകമായി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ തൃപ്തരാണെന്ന് കുടുംബങ്ങൾ ഒക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രാമേശ്വരം ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളും ഈ തിരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളുടെ പങ്ക് ഈ തിരച്ചിലിനെ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. എന്തായാലും 14-ാം ദിവസവും ഇരുവർക്കുമായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതുല്യ. ശരി അപർണ, എന്തായാലും വിഴിഞ്ഞത്തെയും മുതലപ്പുഴയിലെയും മത്സ്യബന്ധന വള്ളം മറിഞ്ഞുള്ള അപകടങ്ങളിൽ കാണാതായ 2 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ തിരുവനന്തപുരം തീരത്തും അതുപോലെ തന്നെ കന്യാകുമാരി അടക്കമുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും നടന്നുകൊണ്ടിരിക്കുന്നത്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്.
കൊല്ലം നീണ്ടകരയിലും വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയായ ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് 14 ദിവസം പിന്നിടുകയാണ്. ഗൗതമിനായും ഇന്നും തിരച്ചിൽ തുടരുന്നുണ്ട്. മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റ് ഗാർഡ്, നേവി എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. മുൻപ് തിരച്ചിൽ നടത്തിയ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിന് ലാൻഡിങ്ങിനും ഇന്ധനം നിറയ്ക്കുന്നതിനും സൗകര്യമില്ലാത്തതിനാൽ മടങ്ങിപ്പോയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഇടപെടലിൽ ഇതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി. തുടർന്ന് ഇന്നലെ തിരച്ചിലിനായി വീണ്ടും ഹെലികോപ്റ്റർ എത്തി. ഗൗതമിന്റെ അമ്മയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തിരച്ചിൽ ഊർജിതമാക്കിയത്. ജൂലൈ 31-നാണ് ഗൗതം കൃഷ്ണ ഉൾപ്പെടെ 14 പേർ സഞ്ചരിച്ച മത്സ്യബന്ധന വള്ളം കൊല്ലം നീണ്ടകരയിൽ മറിഞ്ഞത്. അപകടത്തിൽ ഗൗതമിന്റെ അച്ഛനും മുത്തച്ഛനും മരിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പോലീസിന്റെ പട്രോളിംഗ് ബോട്ട് മറിഞ്ഞ് 2 പോലീസുകാരെ കാണാതായി. കവരത്തി ദ്വീപിലെ നബീൽ, ആന്ത്രാത്ത് ദ്വീപിലെ ഹിദായത്ത് എന്നിവരെയാണ് കാണാതായത്. സുഹലി ദ്വീപിലെ പോലീസ് ഔട്ട് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരാണ് ഇരുവരും. 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ അമിനി ദ്വീപിലെ ഉമ്മർ ഫാറൂഖ് എന്ന പോലീസുകാരൻ നീന്തി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട ഉദ്യോഗസ്ഥൻ കവരത്തിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മറ്റു 2 പേരെ കുറിച്ച് ഇതുവരെയും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇവർക്കായി തിരച്ചിൽ തുടരുന്നുണ്ട്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഹെലികോപ്റ്ററാണ് തിരച്ചിൽ നടത്തുന്നത്. പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെ 45-കാരനെ ചവിട്ടിക്കൊന്ന യുവാവ്. അംബേദ്കർ ഉന്നതിയിലെ അനിലാണ് മരിച്ചത്. അനിലിന്റെ സഹോദരന്റെ മകൻ സുധീഷാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ. സുധീഷിനെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോന്നി കുളത്തുമണ്ണിലെ ഉന്നതിയിലാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കം, ആ തർക്കത്തിന് പിന്നാലെ തർക്കം കയ്യാങ്കളിയിലേക്ക് പോവുകയും 45-കാരനെ 27-കാരനായ സുധീഷ് ചവിട്ടിക്കൊല്ലുകയുമായിരുന്നു. അംബേദ്കർ ഉന്നതിയിലെ അനിലാണ് മരിച്ചത്. അനിലിന്റെ സഹോദരന്റെ മകൻ സുധീഷ് നിലവിൽ കസ്റ്റഡിയിലുണ്ട്. വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു. പ്രസാദ്, എന്താണ് ഈ ഒരു തർക്കത്തിന് കാരണം? ഇത്ര വലിയൊരു ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക്, അതായത് ചവിട്ടി ഒരാളെ കൊലപ്പെടുത്തുക എന്നൊക്കെ രീതിയിലുള്ള അത്രയും വലിയൊരു അക്രമത്തിലേക്ക് നയിക്കാൻ കാരണമായ തർക്കം എന്താണ്? സുധീഷിനെ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചോ, അറസ്റ്റ് രേഖപ്പെടുത്തിയോ? എന്തെല്ലാമാണ് വിവരങ്ങൾ? അതിദാരുണമായ ഒരു സംഭവമാണ് കോന്നിയിലെ കുളത്തുമണ്ണിൽ കളഞ്ഞൂർ അംബേദ്കർ ഉന്നതി നടന്നിട്ടുള്ളത്. കുറച്ചു കാലങ്ങളായി ഇവർ ബന്ധുക്കളാണ്. വസ്തുവിന്റെ തർക്കത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും മറ്റു ഈ ഉന്നതിയിലുള്ള അവരുടെ സമുദായ സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ സംബന്ധിച്ച് ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കാത്തിരിക്കുന്ന വേളയിലാണ് ഈ അനിൽ എന്ന് പറഞ്ഞ 47-കാരനെ അടുത്ത ബന്ധു കൂടിയായ സുധീഷ് ചവിട്ടിക്കൊന്നു. അപ്പം ഇന്നലെ പകല് ഈ വസ്തു തർക്കത്തെ ഇത് തമ്മിൽ ഇവര് വീടിനടുത്ത് വെച്ച് വാക്ക് തർക്കം ഉണ്ടാകുകയും അതിനെ തുടർന്ന് അർദ്ധരാത്രിയോടു കൂടിയാണ് ഈ സുധീഷെ മദ്യപിച്ചിട്ടെന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത്. മദ്യപിച്ചെത്തുകയും വെല്ലുവിളിക്കുകയും അങ്ങനെ അടിപിടി കൂടുകയും ആ അടിപിടി കൂടുന്നതിന്റെ മധ്യത്തിലാണ് ഈ അനില് മർദ്ദനമേറ്റ് മരിക്കാനിടയായത്. ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരെല്ലാം കൂടി ഓടിപ്പോയ സുധീഷിനെ പിടിച്ചു വെക്കുകയും കോന്നി പോലീസ് ഇപ്പോൾ ഈ സുധീഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണവും തെളിവെടുപ്പും ഒക്കെ ഇന്ന് റിമാൻഡ് ചെയ്തതിനു ശേഷം കോടതി അനുവദിക്കുന്നതിന് ശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് നമുക്കിപ്പം അതുല്യ അറിയാൻ കഴിയുന്നത്. ശരി പ്രസാദ്. കൊളംബിയയിലുണ്ടായ
ഉണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയർന്നു. നിലവിൽ മരണസംഖ്യ 265 കടന്നതായി കൊളംബിയൻ പ്രസിഡന്റ് അറിയിച്ചു. 496 പേരെ കാണാതായതായാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്. എന്നാൽ 4000-ത്തിലധികം പേരെ കാണാതായെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. പടിഞ്ഞാറൻ കൊളംബിയയെ പിടിച്ചുകുലുക്കിയ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 36 മണിക്കൂറോളം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരു 32-കാരിയെ ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പെരേര നഗരത്തിലെ തകർന്ന കെട്ടിടത്തിനടിയിൽ നിന്ന് 10 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ഡാനിയേല ലാർഗോയെ പുറത്തെടുത്തത്. ഇന്ത്യൻ സമയം ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ഭൂകമ്പമുണ്ടായത്. ഭൂനിരപ്പിൽ നിന്ന് 103 കിലോമീറ്റർ ആഴത്തിലുണ്ടായ ഭൂകമ്പത്തിൽ കൊളംബിയയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിക്കുന്നു. സൈന്യത്തിന്റെയും മറ്റ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ ദുരന്തബാധിത മേഖലകളിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ്. സ്ഥിതിഗതികൾ ഗവൺമെന്റ് നേരിട്ട് വിലയിരുത്തുന്നുണ്ടെന്നും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. തായ്ലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ആകാശത്ത് വെച്ച് 300 അടി താഴ്ചയിലേക്ക് വീണ സംഭവത്തിൽ വിമാനത്തിന് നിരവധി സാങ്കേതിക തകരാറുകൾ ഉണ്ടായെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് മെയിൻ്റനൻസ് റിപ്പോർട്ട്. 3 ഹൈഡ്രോളിക് സംവിധാനങ്ങളിലും കുറഞ്ഞ മർദ്ദ മുന്നറിയിപ്പ് രേഖപ്പെടുത്തിയെന്നും ഓട്ടോ പൈലറ്റ് സംവിധാനം വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉറക്കമില്ലായ്മയ്ക്ക് മരുന്നുകൾ കഴിച്ചിരുന്നതായി പൈലറ്റ് മൊഴി നൽകിയിട്ടുണ്ട്. വിമാനത്തിന്റെ 2 റിസർവോയറുകളിലും ഹൈഡ്രോളിക് ദ്രാവകത്തിന്റെ അളവ് അപകടകരമായ രീതിയിൽ കുറവായിരുന്നു. വിമാനത്തിന്റെ നിയന്ത്രണം സാധ്യമാക്കുന്ന എലവേറ്റർ സംവിധാനത്തിലും എമർജൻസി വാതിലിലും തകരാറുകൾ സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി സാങ്കേതിക പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് മെയിൻ്റനൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ദുരിതത്തിലായവർക്ക് വീട് വയ്ക്കാൻ അനുവദിച്ച ധനസഹായം വകമാറ്റിയ പാകിസ്ഥാൻ സർക്കാരിന്റെ നടപടിയിൽ കടുത്ത അമർഷവുമായി ലോകബാങ്ക്. പുതിയ വീടിന് അർഹരായവരിൽ 84% പേരും വീടില്ലാത്തവരും അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്നും ബാങ്ക് ചൂണ്ടിക്കാട്ടി. ദുരിതബാധിതരിൽ 28% പേരുടെ നിലവിലെ വാസവരുമാനം 3000 ഇന്ത്യൻ രൂപയ്ക്കും താഴെയാണ്. 26% പേർക്കാകട്ടെ ഇത് 6500 രൂപയ്ക്ക് താഴെയും. പലർക്കും ബാങ്ക് അക്കൗണ്ടുകളില്ല. വായ്പ എടുക്കാനോ എടുത്താൽ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയോ ഇല്ല. ഇത്തരക്കാർക്കുള്ള സഹായമാണ് പാകിസ്ഥാൻ സർക്കാർ വകമാറ്റിയത് എന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ലോകബാങ്ക് ചൂണ്ടിക്കാട്ടി. തട്ടിപ്പിനും അഴിമതിക്കും ഇടവരുത്തുന്ന പാകിസ്ഥാന്റെ നിലപാടിൽ കടുത്ത ആശങ്കയും ലോകബാങ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്.